Hello friends, welcome to my YouTube channel. നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിലെ അഞ്ചാമത്തെ എപ്പിസോഡിലാണ്. സോ ഈ ഒരു ലേണിംഗ് സീരീസിൽ നമ്മൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സോ കാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ ഓൾറെഡി നമ്മൾ ഹാമർ, ഹാങ്ങിങ് മാൻ, ഇൻവേർട്ടഡ് ഹാമർ, ഷൂട്ടിംഗ് സ്റ്റാർ, ബുള്ളിഷ് എൻഗൾഫിംഗ്, ബിയറിഷ് എൻഗൾഫിംഗ്. സോ ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷനും പിന്നെ ഈവനിങ് സ്റ്റാറും. സോ ഈ ക്യാൻഡിൽ സ്റ്റിക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് ഫോം ചെയ്യാനുള്ള സൈക്കോളജി എന്താണ്, സോ അതിൻ്റെ ട്രേഡ് എൻട്രി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമുക്ക് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് 3 ക്യാൻഡിൽ സ്റ്റിക്ക് കൂടുന്ന ഒരു പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കണം. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിരിക്കണം. ആ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ നമുക്കൊരു സ്പിന്നിംഗ് ടോപ്പോ അല്ലെങ്കിൽ ഡോജി ക്യാൻഡിൽ ഫോർമേഷൻ ആയിരിക്കാം. തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. സോ അങ്ങനെ 3 ക്യാൻഡിൽ കൂടുന്നതാണ് നമുക്കൊരു മോർണിംഗ് സ്റ്റാറിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ വരുന്നത്. ഓക്കെ, സോ ഇനി മോർണിംഗ് സ്റ്റാറിനകത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മോർണിംഗ് സ്റ്റാറിന്റെ ഫസ്റ്റ് ക്യാൻഡലിന്റെ ഫോർമേഷൻ അത് നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കുമല്ലോ. സോ ആ ബിയറിഷ് ക്യാൻഡലിന്റെ ക്ലോസിങ് എവിടെയാണോ വരുന്നത് അതിന്റെ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലായിരിക്കണം നമുക്ക് സെക്കൻഡ് ഇൻഡിസിഷൻ ക്യാൻഡിൽ നമുക്ക് വരേണ്ടത്. സോ ഇവിടെയാണ് മാർക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തേക്കുന്നത്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ, ചെറിയതായിട്ട് മാർക്കറ്റ് ഒന്ന് ഒരു ചെറിയ മാർക്കറ്റ് പ്രൈസിന്റെ താഴോട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ അപ്പർ സൈഡിലും നമുക്ക് നല്ല വലിയ വിക്ക് ഫോർമേഷൻ ഉണ്ട്, ലോവർ പോർഷനിലും നമുക്ക് വലിയൊരു വിക്ക് ഫോർമേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയാണല്ലോ നമുക്ക് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് മാർക്കറ്റിന്റെ ക്ലോസിങ് എവിടെയാണോ വരുന്നത് അതിന്റെ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലായിരിക്കണം നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ ബോഡി വരേണ്ടത്. ഈ ഒരു ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ബോഡിനെ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ആയിരിക്കണം സെക്കൻഡ് ക്യാൻഡിൽ. സോ ഇനി തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിലായിരിക്കണം നമുക്ക് തേർഡ് വരുന്ന, എന്ന് വെച്ചാൽ ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് വരുന്നത്. ഓക്കെ, സോ ഒന്നും കൂടെ ഞാൻ പറയാം. സോ ഈ ഫസ്റ്റ് ബിയറിഷ് ക്യാൻഡലിന്റെ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലായിരിക്കണം ഇൻഡിസിഷൻ ക്യാൻഡലിന്റെ ബോഡി വരേണ്ടത്, ഓപ്പണിംഗ് പ്രൈസും വരേണ്ടത്. അതുപോലെ തന്നെ തേർഡ് ക്യാൻഡലിന്റെ വരുന്നത് ഈ ഇൻഡിസിഷൻ ക്യാൻഡലിനെക്കാട്ടിലും ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് അപ്പിലായിരിക്കണം ഓപ്പൺ ചെയ്യേണ്ടത്. സോ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതൊരു നല്ലൊരു ബുള്ളിഷ് ഇൻഡിക്കേഷൻ നമുക്ക് കാണിക്കും. ആ ഒരു ബുള്ളിഷ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ക്യാൻഡലിന്റെ 60% എങ്കിലും കവർ ചെയ്തിട്ടായിരിക്കണം അത് ക്ലോസ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഒരു ബിയറിഷ് ക്യാൻഡലിന്റെ ബോഡിയുടെ ഒരു 60% എങ്കിലും ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കവർ ചെയ്താൽ മാത്രമേ നമുക്കതൊരു ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തരുവാണെങ്കിൽ അത് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ആണ്. അത് കൂടാണ്ട് ചിലപ്പം നമുക്ക് നല്ലപോലെ വലിയൊരു ക്യാൻഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനത്തെ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഒരു ക്യാൻഡിൽ ആയിരിക്കും. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ഇതിന്റെ ഹൈയുടെ മേളിലായിരിക്കും നമുക്ക് ക്ലോസിങ് വരുന്നത്. സോ അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് റിവേഴ്സൽ സൈൻ തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് റിവേഴ്സൽ ആണ്, നമുക്ക് ട്രേഡിലോട്ട് എൻട്രി എടുക്കാവുന്നതാണ്. സോ ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ കളർ ഫോർമേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് നമുക്ക് ഒരു റെഡ് കളർ ക്യാൻഡിലും ആകാം, ഒരു ഗ്രീൻ കളർ ക്യാൻഡിലും ആകാം. കാരണം അത് ഡോജി ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് കളറിൽ വലിയൊരു പ്രാധാന്യം ഇല്ല. ഓക്കെ, സോ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിലും ആകാം. ഇനി നമുക്ക് ഒരു ചാർട്ടിൽ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് കാണാം. സോ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ 30 and 31st ജാനിന്റെ 5 മിനിറ്റ്സിന്റെ ചാർട്ടാണ് ഞാൻ ഇന്ന് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് നമുക്കൊരു ഡൗൺവേർഡ് ട്രെൻഡിൽ ഏറ്റവും അവസാനം ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആയിരിക്കും. സോ അതാണ് നമുക്ക് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ചാർട്ടിൽ നമുക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയായിട്ട് അപ്പ് മൂവ്മെന്റ് തന്നു, പിന്നെ ഒരു കൺസോൾട്ടേഷൻ നടന്നു. ആ ഒരു റേഞ്ച് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് 30 ജാനിന്റെ ഒരു ചാർട്ടാണ്. സോ ഇവിടുന്ന് നമുക്ക് 31st ജാനിന്റെ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയൊരു ഫോൾ വന്നു. ആ ഫോൾ വന്നിട്ട് മാർക്കറ്റ് ഇവിടെയാണ് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു മോർണിംഗ് സ്റ്റാറിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ മോർണിംഗ് സ്റ്റാറിന്റെ ഈ ഒരു മിഡിൽ ക്യാൻഡിൽ എന്ന് പറഞ്ഞ സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് ഈ ഒരു പറഞ്ഞേക്കുന്ന ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തേർഡ് ക്യാൻഡിൽ നമുക്ക് ഒരു പ്രീവിയസ് ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ 60% കവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇതിന്റെ ഒരു ട്രേഡ് എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ട്രേഡ് എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു
സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മോർണിംഗ് സ്റ്റാർ ക്യാൻഡലിൽ ഫോർത്ത് ക്യാൻഡലിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് എൻട്രി കിട്ടും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ലോയർ പോർഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, നമുക്ക് വലിയൊരു റിവാർഡ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ നമുക്ക് നല്ല ഒരു പ്രോഫിറ്റ് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്താൽ മതി. സോ അങ്ങനെ നമുക്ക് ട്രേഡിലോട്ട് എൻട്രി എടുക്കാം. സോ ഈ ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ നമുക്കൊരു ലോയർ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ ആയിരിക്കും. അതേ ഇത് സെയിം ക്യാൻഡിൽ തന്നെ നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അതൊരു ഹാമർ ക്യാൻഡിൽ ആയിരിക്കും ഫോം ചെയ്യുക. സോ ഇത് സെയിം ഡേയ്സിന്റെ തന്നെ 31 ജാനുവരി തന്നെ 15 മിനിറ്റ്സിന്റെ ചാർട്ടാണ്. സോ 15 മിനിറ്റ്സിന്റെ ചാർട്ട് നോക്കുമ്പോൾ ആ ഒരു സെയിം ട്രെൻഡ് ലൈൻ തന്നെയാണ് ഞാൻ എവിടെയും കാണിച്ചേക്കുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 2 ഹാമർ ക്യാൻഡിൽ, സോ ഈ ഒരു ഹാമർ ക്യാൻഡിലായിരുന്നു നമുക്ക് മോർണിംഗ് സ്റ്റാറിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരുന്നത് ലോയർ ടൈം ഫ്രെയിമിൽ. എന്ന് വെച്ചാൽ 5 മിനിറ്റ്സിൽ നമുക്കൊരു മോർണിംഗ് സ്റ്റാർ ആയിരുന്നു. സോ അതായത് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കതൊരു ഹാമർ ക്യാൻഡലിന്റെ ഫോർമേഷൻ ആണ്. സോ ഹാമർ ക്യാൻഡലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ എങ്ങനെയായിരിക്കണം, എവിടെ നിന്നായിരിക്കണം നമുക്ക് ട്രേഡ് എൻട്രി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ അതിന്റെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് നല്ലപോലെ സപ്പോർട്ട് എടുത്തിട്ട് ആ ഒരു ക്ലോസിങ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഹാമർ ക്യാൻഡലിന്റെ ഈ ഒരു ഹാമർ ക്യാൻഡലിന്റെ താഴെ ആയിരിക്കണം. സോ ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത് 15 മിനിറ്റ്സിന്റെ ആയിരുന്നു. സോ ഇനി 5 മിനിറ്റ്സിന്റെ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ഒരു സെന്ററിലുള്ള സെക്കൻഡ് ക്യാൻഡലിന്റെ ലോ പോർഷനിലായിരിക്കണം നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ എങ്ങനെയാണുള്ളതും കൂടെ നമുക്ക് നോക്കാം. സോ ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത് മോർണിംഗ് സ്റ്റാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈവനിങ് സ്റ്റാർ ഫോം ചെയ്യുന്നത് ഒരു അപ് ട്രെൻഡിന്റെ ഏറ്റവും അവസാനമായിരിക്കും ഈവനിങ് സ്റ്റാറിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. കാരണം ഒരു അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. സോ സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിരിക്കും. അതിനെ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു ഗ്രീൻ കളർ ക്യാൻഡിലും ആകാം, ഒരു റെഡ് കളർ ക്യാൻഡിലും ആകാം. കാരണം അത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ കളറിന് വലിയ ഡിപ്പെൻഡൻസി ഇല്ല, ഒരു കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കളർ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കണം. കാരണം ട്രെൻഡ് റിവേഴ്സൽ ആയതുകൊണ്ട് തന്നെ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സൽ ക്യാൻഡിൽ ആയിരിക്കണം. സോ ഇതൊരു അപ് ട്രെൻഡിൽ ഏറ്റവും അവസാനം ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ആണ് ഈവനിങ് സ്റ്റാറിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ. സോ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഗ്രീൻ ആയിരിക്കും. സോ സെക്കൻഡ് ക്യാൻഡിൽ നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിരിക്കണം. സോ തേർഡ് ക്യാൻഡിൽ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കണം. സോ ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഇതിന്റെ ക്ലോസിംഗ് നമ്മൾ ഈ മോർണിംഗ് സ്റ്റാറിൽ നമ്മൾ നോക്കിയതുപോലെ തന്നെ ഈ ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഗ്യാപ്പ് അപ്പിലായിരിക്കണം. അതുപോലെ തന്നെ തേർഡ് ക്യാൻഡിൽ ഫോം ചെയ്യേണ്ടത് ഈ ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് ഡൗണിലായിരിക്കണം ഫോം ചെയ്യേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ബയേഴ്സിന്റെ കൺട്രോളിൽ നിന്ന് മാർക്കറ്റ് അവിടെ റെസിസ്റ്റൻസ് സോണിന്റെ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും അവിടെ ബയേഴ്സ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്ന് തന്നെ സെല്ലേഴ്സ് അത് കാണുമ്പം അവരുടെ ഒരു എൻട്രി പൊസിഷൻ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഇൻഡിസിഷൻ വന്നേക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് ഡൗൺ ഫോം ചെയ്യാനുള്ള കാരണം അവിടെ സെല്ലേഴ്സ് കുറച്ചും കൂടെ അഗ്രസീവ് ആകുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇനി മോർണിംഗ് സ്റ്റാറിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാപ്പ് അപ്പിലായിരിക്കും വരുന്നത്. സോ ഗ്യാപ്പ് അപ്പിന്റെ കാരണം ഈ ഒരു ബയേഴ്സ് അവിടെ അഗ്രസീവ് ആയിട്ട് എൻട്രി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കൊരു ഗ്യാപ്പ് അപ്പിൽ നമുക്ക് ഓപ്പൺ ആകുന്നത്. ഓക്കെ, സോ ഈവനിങ് സ്റ്റാർ നോക്കുവാണെങ്കിൽ ഗ്യാപ്പ് ഡൗണിലായിരിക്കും ബിയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആകുന്നത്. അതിന്റെ അർത്ഥം അവിടെ സെല്ലേഴ്സ് അഗ്രസീവ് ആയിട്ട് എൻട്രി ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു ക്യാൻഡലിന്റെ ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, സോ അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ട്രേഡിലോട്ട് എൻട്രി ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് ചാർട്ട് നോക്കുവാണെങ്കിൽ ചാർട്ടിലും നമുക്ക് ഈ ഒരു ഈവനിങ് സ്റ്റാറിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ നമ്മൾ കണ്ടു. സോ ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് നമുക്കൊരു ഈവനിങ് സ്റ്റാറിന്റെ ക്യാൻഡിൽ ഫോർമേഷൻ വന്നേക്കുന്നത്. ആ ഒരു ക്യാൻഡിൽ ഫോർമേഷനിൽ അതിന്റെ ഹൈയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ക്ലോസിംഗ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ഫോർത്ത് ക്യാൻഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിലപ്പം നമുക്ക് ഒരു ബെറ്റർ പ്രൈസിൽ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും. സോ അങ്ങനെ ബെറ്റർ പ്രൈസിൽ നമുക്ക് എൻട്രി കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ നമുക്ക് കിട്ടും. സോ ബെറ്റർ പ്രൈസിൽ എൻട്രി എടുക്കുമ്പോഴത്തേക്കിനും ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് റിസ്ക് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റിവാർഡും കിട്ടും. നമുക്കൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, സോ അതുകൊണ്ട് എപ്പോഴും ഫോർത്ത് ക്യാൻഡലിന് വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈവനിങ് സ്റ്റാറും മോർണിംഗ് സ്റ്റാറിനെ കുറിച്ചിട്ടുള്ള ഒരു അതിൻ്റെ ഫോം ചെയ്യാനുള്ള റീസൺ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. സോ എല്ലാവർക്കും ഈ ഒരു ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. സോ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത ഒരു കാൻഡിൽ സ്റ്റിക്കിനെ അടുത്ത ഒരു കാൻഡിലിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.